യൂത്ത് കോൺഗ്രസ് വയനാട് ഫണ്ട് തട്ടിപ്പ് വിവാദം കണ്ണൂരിലും. ഫണ്ട് വെട്ടിപ്പ് നടത്തിയെന്ന് ആരോപിക്കുന്ന കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയുടെ ഓഡിയോ സംഭാഷണം കൈരളി ന്യൂസിൽ ലഭിച്ചു. കോൺഗ്രസ് ഭാരവാഹികളുടെ ഗ്രൂപ്പിലാണ് കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി KC വിജയൻ ഓഡിയോ സന്ദേശം അയച്ചത്. സമഗ്ര വിവരങ്ങൾ സന്തോഷ് നൽകും. ആ റിപ്പോർട്ട് കൊടുക്കണം. വർഷ, വയനാട് ഫണ്ട് തട്ടിപ്പ് കണ്ണൂർ കോൺഗ്രസിനകത്തും വലിയ വിവാദവും ചർച്ചയുമായി മാറിയിരിക്കുകയാണ്. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി കൂടിയായ KC വിജയൻ കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശമാണ് വലിയ വിവാദങ്ങൾക്കും ചർച്ചയ്ക്കും തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ KC വിജയൻ DCC ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയായ വിജിൽ മോഹനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വയനാട് ദുരിതാശ്വാസത്തിനായി എത്ര ഫണ്ട് പിരിച്ചുവെന്നറിയാമെന്നും കണക്ക് പറയിക്കും എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൽ, കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശമായി ഈ KC വിജയൻ അയച്ചിരിക്കുന്നത്. അത് ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നും പല രീതിയിൽ യൂത്ത് കോൺഗ്രസ് വയനാട് ദുരിതാശ്വാസത്തിനെന്ന് പറഞ്ഞ് സമാഹരിച്ച ഫണ്ട് മുഴുവൻ കൈമാറിയില്ല എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. പല മണ്ഡലം കമ്മിറ്റികളും പിരിച്ചു നൽകിയ പണം നൽകിയില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. അത്തരത്തിൽ വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് കോൺഗ്രസിൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള KC വിജയൻ ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം ഈ ഗ്രൂപ്പിൽ അയക്കുന്നത്. അത് വീണ്ടും വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായ വിജിൽ മോഹനെതിരെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായി കള്ള വോട്ട് ചേർത്തുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആൾ എന്നുള്ള തരത്തിലുള്ള ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ മാക്കൂട്ടത്തിനെ ലക്ഷ്യം വെച്ചുള്ള ഉന്നം വെച്ചുള്ള ആരോപണവും ഈ ശബ്ദ സന്ദേശത്തിലുണ്ട്. ഈ രീതിയിലാണ് പറയുന്നത്. വിജിൽ മോഹന്റെ മുകളിലുള്ള നേതാവും എങ്ങനെയാണ് ഈ സ്ഥാനത്ത് എത്തിയത് എന്നറിയാം. വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയും കള്ളവോട്ട് ചെയ്തുമാണ് എന്നുള്ളതാണ് ഈ ഒരു സന്ദേശത്തിൽ പറയുന്നത്. ഏതായാലും പല ജില്ലകളിലും സമാനമായ രീതിയിൽ വയനാട് ഫണ്ട് ഈ യൂത്ത് കോൺഗ്രസ് തട്ടിപ്പ് നടത്തി എന്നുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട്. അതിന് ഭാഗമായാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലും അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് ക്യാമ്പിലും കണ്ണൂരിൽ ചേർന്ന ക്യാമ്പിലും ഈ ഫണ്ട് വിവാദം ചർച്ചയായി മാറിയിരുന്നു. ഏതായാലും ഇത്തരത്തിൽ കോൺഗ്രസ് നേതാവിൻ്റെ ഏതെങ്കിലും പുറമേ നിന്നുള്ള ആളുകളല്ല ഈ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ തന്നെ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അതും കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെട്ട പാർട്ടി ഗ്രൂപ്പിലാണ്, വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ ശബ്ദ സന്ദേശം അയക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിന് മറുപടി പറയാൻ കഴിയാതെ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലയിലെ നേതൃത്വവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൃത്യമായ കണക്ക് പുറത്തുവിടണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. വർഷം.